Hi students, Apple Pay Academy മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഷെയർ ഫോർ ഫീച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പല കുട്ടികളും കൺസേൺ പറയുന്ന ഒരു ഏരിയയാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഈ ഷെയർ ഫോർ ഫീച്ചറിൽ നിന്ന് ചോദിക്കുന്ന പ്രോബ്ലംസ് ബുദ്ധിമുട്ടാണ്, അത് ശരിക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഷെയർ ഫോർ ഫീച്ചറിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്ലസ് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. XYZ Limited forfeited 20 shares of ₹10 each, ₹8 called up on which John had paid application and allotment money of ₹5 per share. 15 shares were reissued to Parker as fully paid up for ₹6 per share. What is the balance in the share forfeiture account after the relevant amount has been transferred to capital reserve account? സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് XYZ Limited എന്ന് പറയുന്ന കമ്പനി 20 ഷെയറുകൾ ഫൊർഫീറ്റ് ചെയ്തു. എപ്പോഴാണ് ഫൊർഫീറ്റ് ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് അവർ അലോട്ട്മെൻറ്റ് മണി അല്ലെങ്കിൽ കോൾ മണി ഒക്കെ പേ ചെയ്യാതെ വരുന്ന സിറ്റുവേഷനിൽ കമ്പനി ആ ഷെയറുകൾ ഫൊർഫീറ്റ് ചെയ്യും, അതായത് ക്യാൻസൽ ചെയ്യും. അപ്പം അങ്ങനെ കമ്പനിയുടെ 20 ഷെയറുകളാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ആ ഓരോ ഷെയറിൻ്റെയും വില എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഈ 10 രൂപയിൽ കമ്പനി 8 രൂപ വരെയാണ് കോൾഡ് അപ്പ് ചെയ്തിരിക്കുന്നത്. 8 രൂപ വരെയാണ് ഷെയർ ഹോൾഡേഴ്സിനോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. ആൻഡ് അതിലെ ഒരു ഷെയർ ഹോൾഡർ ആയിരുന്ന ജോൺ എന്ന് പറയുന്ന വ്യക്തി ഹാഡ് പെയ്ഡ് ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് മണി ഓഫ് ₹5 പെർ ഷെയർ. അപ്പോൾ ആപ്ലിക്കേഷൻ മണിയും അലോട്ട്മെന്റ് മണി ആയിട്ടുള്ള 5 രൂപ അദ്ദേഹം അടച്ചിട്ടുണ്ട്. ഓക്കെ, 8 രൂപ കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിൽ 5 രൂപ അടച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ എത്ര രൂപ അടച്ചിട്ടില്ല? 3 രൂപ അയാൾ അടച്ചിട്ടില്ല. ഇനി ഇതിൽ 15 ഷെയർസ് വേർ റീഇഷ്യൂ ടു പാർക്കർ, അതായത് 20 ഷെയറുകളാണ് ഫൊർഫീറ്റ് ചെയ്തത്. പക്ഷേ 20 ഷെയറും റീഇഷ്യൂ ചെയ്തില്ല. റീഇഷ്യൂ ചെയ്ത എത്ര ഷെയർ മാത്രമാണ്? 15 ഷെയറുകൾ മാത്രമാണ് പാർക്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് റീഇഷ്യൂ ചെയ്തത് കൊടുത്തത്. ആൻഡ് റീഇഷ്യൂ ചെയ്തപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6 ആയിരുന്നു. ഓക്കെ, വാട്ട് ഇസ് ദ ബാലൻസ് ഇൻ ദ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ആഫ്റ്റർ ദ റിലവൻറ്റ് എമൗണ്ട് ഹാസ് ബീൻ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്? അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ ഇനി എത്ര എമൗണ്ട് ബാലൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇനി എന്ത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബേസിക്കലി ഉള്ളൊരു റൂൾ എന്ന് പറഞ്ഞാൽ റീഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളുടെ എമൗണ്ട് അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് എന്തുണ്ടാകുന്നത്? ക്യാപിറ്റൽ റിസർവ് ഉണ്ടാകുന്നത്. അതായത് റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ആകും? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ആകും. ഓക്കെ, റീഇഷ്യൂ ചെയ്യാത്ത പക്ഷം ആ എമൗണ്ട് എവിടെ തന്നെയായിരിക്കും? ഷെയർ ഫോർഫീച്ചർ തന്നെയായിരിക്കും. അപ്പം 20 ഷെയറുകൾ ഫൊർഫീറ്റ് ചെയ്തു, അതിൽ 15 എണ്ണം മാത്രമേ റീഇഷ്യൂ ചെയ്തുള്ളൂ എന്ന് വെച്ചാൽ ഇനി എത്ര ഷെയർ അവിടെ ഫൊർഫീറ്റ് ചെയ്തത് റീഇഷ്യൂ ചെയ്യാതെ കിടപ്പുണ്ട്? 20 - 15 which is 5 അല്ലേ? 5 ഷെയറുകൾ റീഇഷ്യൂ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ 5 ഷെയർ റീഇഷ്യൂ ചെയ്യാതെ അവിടെ ഇരിപ്പുണ്ട്. ഈ 5 ഷെയറിന് എത്ര രൂപ കമ്പനിക്ക് കിട്ടിയായിരുന്നു നമ്മൾ നോക്കണം. അതായത് 20 ഷെയറും ഈ പറയുന്ന ജോണിൻ്റെ ആയിരുന്നു. ജോൺ ആകെ ഇതിന് അടച്ചത് 5 രൂപയാണ്. ബാക്കി രൂപ അയാൾ അടയ്ക്കാത്തതുകൊണ്ടാണ് ഇത് ഫൊർഫീറ്റ് ചെയ്യുന്നത്. അപ്പം ഈ 20 ഷെയറിന് 5 രൂപ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? 20 ഷെയറിന് 5 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എമൗണ്ട് ഫുള്ളി എങ്ങോട്ടാണ് പോകുന്നത്? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ റീഇഷ്യൂ ചെയ്യുമ്പോൾ ആ എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ആകും? റീഇഷ്യൂ ചെയ്ത ഷെയറുകളുടെ എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ട്? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷെയർ ഫോർഫീച്ചറിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കാൻ നേരം നമ്മൾ ചെയ്യേണ്ടത് റീഇഷ്യൂ ചെയ്യാത്ത ഷെയറുകളുടെ എണ്ണം നോക്കണം. റീഇഷ്യൂ ചെയ്യാത്ത ഷെയറുകളുടെ എണ്ണം 20 - 15 which is 5. 5 ഷെയറുകൾ റീഇഷ്യൂ ചെയ്തില്ല. ഈ 5 ഷെയറിന് എത്ര രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്? 5 ഷെയറിനും 5 രൂപ വെച്ച് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ 5 × 5 5 × 5 is 25. 25 രൂപയാണ് ഇപ്പോൾ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലുള്ളത്. അതായത് നിങ്ങൾ നോക്കേണ്ടത് റീഇഷ്യൂ ചെയ്യാത്ത ഷെയറുകളുടെ എണ്ണം, ആ ഷെയറിന് എത്ര രൂപ വെച്ച് കിട്ടി. 5 ഷെയറുകൾ റീഇഷ്യൂ ചെയ്തിട്ടില്ല, കാരണം 20 ഷെയർ ഉണ്ടായിരുന്നു, അതിൽ 15 എണ്ണം മാത്രമേ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. വിച്ച് മീൻസ് ഒരു 5 ഷെയർ അവിടെ ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആ 5 ഷെയറിനും എത്ര രൂപ വെച്ചാണ് കിട്ടിയത്? ജോൺ ആകെ അടച്ചിരിക്കുന്ന 5 രൂപയാണ് ഓരോ ഷെയറിനും. അപ്പം ഈ 5 ഷെയറുകൾക്കും 5 രൂപ വെച്ച് കിട്ടി. അങ്ങനെ ടോട്ടൽ 25 rupees ആണ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ റിമെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ,
question. A Limited forfeited 2,000 shares of rupees 10 each at par held by Meenu for non-payment of allotment money rupees 4 per share. Called up value per share was rupees 9. On forfeiture, the amount debited to share capital account. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 2000 ഷെയറുകളാണ് ഫോർഫീറ്റ് ചെയ്തത്. അതിൻ്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഈ 2000 ഷെയറും ഹോൾഡ് ചെയ്തിരുന്നത് ആരായിരുന്നു? മീനു എന്ന് പറയുന്ന വ്യക്തിയാണ്. മീനു അപ്പോൾ എന്തൊക്കെ പേ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. നോൺ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് മണി 4 രൂപ അടച്ചിട്ടില്ല. കമ്പനി 4 രൂപ ക്ഷണിച്ചു, ആ 4 രൂപ അടച്ചിട്ടില്ല. കോൾഡ് അപ്പ് വാല്യൂ 9 ആയിരുന്നു. അതായത് 10 രൂപയുടെ ഷെയർ ആണെങ്കിലും 10 രൂപയും അടയ്ക്കാൻ കമ്പനി ആവശ്യപ്പെട്ടിട്ടില്ല. ഇതുവരെ കമ്പനി ആവശ്യപ്പെട്ടിരുന്ന 9 രൂപ അടയ്ക്കാനാണ്. ഈ 9ൽ 4 രൂപ മീനു അടച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? 9ൽ 4 അടച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ എത്ര അടച്ചു? 5 രൂപയെ അടച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. On forfeiture, the amount debited to share capital account. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ജേർണൽ എൻട്രി നമ്മൾ എഴുതും. അതായത് ഫോർഫീറ്റ് ചെയ്ത സിറ്റുവേഷനിൽ ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ കാണിക്കേണ്ടുന്ന എമൗണ്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്ന ജേർണൽ എൻട്രിയിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കേണ്ടുന്ന എമൗണ്ട് എന്താണെന്ന് അറിയാമോ? കോൾഡ് അപ്പ് ചെയ്ത എമൗണ്ട് ആണ്. അതായത് എത്ര എമൗണ്ട് ആണ് കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ടത്, എത്ര ഷെയറിന് എത്ര എമൗണ്ട് ആണ് കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ടത്, എത്ര എമൗണ്ട് അടയ്ക്കാൻ കമ്പനി ആവശ്യപ്പെട്ടത്, അതായത് അത് കോൾഡ് അപ്പ് വാല്യൂ നോക്കിയാൽ മതി. കമ്പനി കോൾഡ് അപ്പ് ചെയ്തത് 9 പെർ ഷെയർ ആണ്. 9 രൂപ അടയ്ക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടത്. ഒരു ഷെയറിന് 9 രൂപ വെച്ച് അടയ്ക്കണം. അങ്ങനെ എത്ര ഷെയറുകൾ ഉണ്ടായിരുന്നു? 2000 ഷെയർ. അപ്പോൾ 2000 ഷെയറുകൾക്ക് 9 രൂപ വെച്ച് അടയ്ക്കാനാണ് കമ്പനി ആവശ്യപ്പെട്ടത്. അപ്പോൾ 2000 × 9 18,000 ആണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കുക, ഫോർഫീറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ അതിൻ്റെ ജേർണൽ എൻട്രി എഴുതുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിങ്ങൾ കാണിക്കേണ്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കമ്പനി എത്ര കോൾഡ് അപ്പ് ചെയ്തു, കമ്പനി എത്ര എമൗണ്ട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ടത് 9 രൂപയാണ്. സോ 2000 × 9 നമുക്ക് 18,000 എന്ന് കിട്ടും. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. 500 ഷെയർ ഓഫ് ₹20 issued at 5% discount are forfeited for non-payment of allotment and final call ₹9 and 5. Amount credited in share forfeiture account. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പേ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മളോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു? നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ എത്ര എമൗണ്ട് ഉണ്ടെന്നായിരുന്നു. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് വരുമെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കി 500 ഷെയറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 20 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. 20 issued at 5% ഡിസ്കൗണ്ട്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 20 ആണോ? അല്ല, 20ന്റെ 5% കാണണം. എന്നിട്ട് ഇത് ഡിഡക്ട് ചെയ്യണം ഡിസ്കൗണ്ടിലായതുകൊണ്ട് അല്ലേ. ഇനി നോൺ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് ആൻഡ് ഫൈനൽ കോൾ. അലോട്ട്മെന്റ് മണിയും ഫൈനൽ കോളും അടച്ചിട്ടില്ല. അലോട്ട്മെന്റ് മണി 9 ആയിരുന്നു, ഫൈനൽ കോൾ 5 ആയിരുന്നു. അപ്പം 9 + 5 14 റുപ്പീസ് അടച്ചിട്ടില്ല, ബാക്കി മാത്രമേ അടച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഷെയർ ഫോർഫീച്ചറിൽ കാണിക്കേണ്ട എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിക്കേ, നമ്മൾ ആദ്യം ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. 20യുടെ 5% ആണ് ഡിസ്കൗണ്ട്, വിച്ച് മീൻസ് 1 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അതായത് 20 - 119 നമ്മൾ ഈ ഷെയറുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ കുറയ്ക്കുകയും പ്രീമിയം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 19 ആണ്. അപ്പം ഇതിൽ നിന്ന് വേണം നിങ്ങൾ ആ എമൗണ്ട് കണക്ക് കൂട്ടാനായിട്ട്. ഓക്കെ, ഇതിൽ എത്ര രൂപ ഈ വ്യക്തി അടച്ചില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 9 and 5 അലോട്ട്മെന്റ് മണിയും ഫൈനൽ കോളും അടച്ചിട്ടില്ല. സോ 9 + 4 എത്ര രൂപ അടച്ചിട്ടില്ല? 14 രൂപ ആ വ്യക്തി അടച്ചിട്ടില്ല, അല്ലെങ്കിൽ കമ്പനിക്ക് 14 രൂപ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 19 രൂപയാണ് ഇഷ്യൂ പ്രൈസ്, 14 രൂപ കിട്ടിയില്ല. വിച്ച് മീൻസ് എത്ര എമൗണ്ട് കിട്ടി? 19 - 14 5 രൂപ. മനസ്സിലായോ? 19 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്, അതിൽ 14 രൂപ ആ വ്യക്തി അടച്ചിട്ടില്ല. പിന്നെ അടച്ച എത്ര എമൗണ്ട് ആണ്? 5 രൂപ. ഓക്കെ, അപ്പോൾ ഈ ഷെയർ ഇത് റീഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, റീഇഷ്യൂ ചെയ്യാത്തടത്തോളം ഈ എമൗണ്ട് ഫുൾ എവിടെ തന്നെയായിരിക്കും? ഷെയർ ഫോർഫീച്ചർ തന്നെയായിരിക്കും കേട്ടോ. ഒരു ഷെയറും റീഇഷ്യൂ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ ഫുൾ എമൗണ്ട് എവിടെ തന്നെയായിരിക്കും? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ 5 രൂപ വെച്ച് നമുക്ക് എത്ര ഷെയറിന് കിട്ടിയെന്ന് നിങ്ങൾ നോക്കണം. 5 രൂപ വെച്ച് എത്ര ഷെയർ ഉണ്ടായിരുന്നു? 500 ഷെയർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 5 രൂപ വെച്ച് നമുക്ക് 500 ഷെയറിന് കിട്ടുകയാണ്. ഓക്കെ, സോ 5 multiplied by 500, ദാറ്റ് ഇസ് 2500 ആണ് നമുക്ക് ഫോർഫീച്ചർ അക്കൗണ്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ റീഇഷ്യൂ ചെയ്യാത്ത എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കുക. നിങ്ങൾക്ക് ആ ഫോർഫീറ്റ് ചെയ്യപ്പെട്ട ഷെയറിൽ എത്ര എമൗണ്ട് കിട്ടിയെന്ന് നോക്കിയാൽ മതി. ഫോർഫീറ്റ് ചെയ്ത് ഇവിടെ ഏതായാലും ഒന്നും റീഇഷ്യൂ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ഷെയറുകളും എടുത്തത്. ഇവിടെ ഉള്ള 500 ഷെയറുകളും
റീഇഷ്യൂ ചെയ്യാത്ത സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ 500 ഷെയറിന് എത്ര രൂപ കമ്പനിക്ക് കിട്ടിയെന്ന് നോക്കിയാൽ മതി, 500 ഷെയർ അവർ ഇഷ്യൂ ചെയ്തതിൽ. അപ്പം ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ നമ്മൾ ഡിസ്കൗണ്ട് കണ്ടുപിടിച്ചു, നമുക്ക് 19 കിട്ടി. അതാണ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇഷ്യൂ പ്രൈസിൽ, അതായത് 19 രൂപയ്ക്ക് അവർ ഇഷ്യൂ ചെയ്തു, അതിൽ 14 രൂപ ഈ വ്യക്തി അടച്ചിട്ടില്ലെന്ന് പറയുന്നു. 14 അടച്ചിട്ടില്ലെങ്കിൽ അയാൾ അടച്ച തുക എത്രയാണ്? 5 രൂപ. 19 - 14, 5 രൂപയാണ് അയാൾ അടച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പനിക്ക് 5 രൂപ വെച്ച് എത്ര ഷെയറിന് കിട്ടി? 500 ഷെയറിന് കിട്ടി. സോ 5 × 500 വിച്ച് ഇസ് 2500 ആണ് നമ്മൾ ഷെയർ ഫോർ ഫ്യൂച്ചറിൽ കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളോട് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ ഷെയർ ഫോർ ഫ്യൂച്ചറിൽ എത്ര എമൗണ്ട് ആണ് വരുന്നത്, അത് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിൽ എങ്ങനെ വരാം, അതല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ കാണിക്കുന്ന എമൗണ്ട് എത്രയാണ്, അങ്ങനെ നമ്മളോട് റെഗുലറായിട്ട് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റൻ എങ്കിലും നിങ്ങൾ മാക്സിമം ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.